നമുക്ക് ചില തമാശകൾ പോലെ തോന്നും. ഞാൻ ഒരു കഥ പറയുകയാണെങ്കിലും എൻ്റെ അടുത്തൊരു ടീച്ചർ രോഗി വരുന്നു. അവർക്ക് ദേഹം മുഴുവൻ ചൊറിയുന്നു. ഞാൻ ചോദിച്ചത് എങ്ങനെ എന്നാ സംഭവം? അവർ പലയിടത്തും കൊണ്ട് ചികിത്സിച്ചിട്ടാണ് വരുന്നത് എൻ്റെ അടുത്ത് തെറാപ്പിയിൽ. ഞാൻ ചോദിച്ചു, ഈ സ്ഥലം നിങ്ങൾ മേടിച്ചിട്ട് എത്ര നാളായി? നിങ്ങൾ ചെന്നിട്ട് ചൊറിയുന്ന സ്ഥലം മേടിച്ചിട്ട് എത്രയായി? അത് 3 മാസമേ ആയുള്ളൂ. 3 മാസം. അത് ശരി. ഈ 3 മാസത്തിനുള്ളിലാണ് ഇവർ ഈ കാശെല്ലാം കളഞ്ഞ് ഈ ചൊറിച്ചിൽ നിന്ന് നടക്കുന്നത്. അടുത്ത എൻ്റെ ചോദ്യം, ഈ സ്ഥലം വേറെ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നതാണോ? അതെ. ഞാനൊരു ചെറിയ പൊടിക്കൈ, വേറെ ഒന്നും ചെയ്തില്ല. അവരോടൊരു പൊടിക്കൈ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി അടുത്ത ദിവസം ആ വീട്ടിൽ ആ പറമ്പിൽ കയറുന്നിടത്ത് മണൽ ആദ്യം ചവിട്ടുന്ന ചവിട്ടിലെ മണലെടുത്ത് കത്തിച്ചളഞ്ഞേക്കാം. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, എൻ്റെ ചൊറിച്ചിൽ പോയി. ശരിക്കും ഇവരുടെ ഉള്ളിൽ ഉള്ള ഭയം എന്താണെന്ന് പിന്നാണ് പറയുന്നത്. അവരെന്തോ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ കൊണ്ടല്ലോ മേടിക്കാൻ ഉദ്ദേശിച്ച പാർട്ടി എന്തോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഭീതിയാണ്. 3 മാസം കൊണ്ട് അവർ പോകാവുന്ന ഹോസ്പിറ്റലെല്ലാം പോയി, പക്ഷെ രോഗം മാറിയില്ല. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മാനസിക സംഘർഷം കൊണ്ടുണ്ടാകുന്ന ഭൗതിക രോഗങ്ങൾ വളരെയധികമുണ്ട്. അതിനെ ആ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കലാണ് വാസ്തവത്തിൽ ഇവിടെ പലരും ചെയ്യുന്നത്. അതിനെ വേറൊരു രീതി കാണുന്നുള്ളൂ. അതിന് പൈസ ഉണ്ടാക്കാനുള്ള, നമ്മൾ പൈസ മേടിക്കാൻ അല്ലാത്തത് കൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് വിശ്വാസം വരത്തില്ല.